ഏറ്റവും വലിയ തർക്കശാസ്ത്രം പഠിച്ച മഹാനായിരിക്കുന്ന ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ, അല്ലാഹുവേ ദർജ ഉയർത്തി കൊടുക്കണമല്ലോ. നമ്മുടെ ഇടയിൽ ഗ്രൂപ്പ് വ്യത്യാസമില്ല. സുന്നത്ത് ജമാഅത്തിന്റെ വിഷയത്തിൽ ആലിമീങ്ങളെ ഒറ്റക്കണ്ണോടെ കാണണം, സാദാത്യങ്ങളെ ഒറ്റക്കണ്ണോടെ കാണണം. അതിൽ പാർശ്വാലിറ്റി പാടില്ല, ഗ്രൂപ്പിസം പാടില്ല. ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദിനെ കോടതി കൊണ്ടുപോയി. മജിസ്ട്രേറ്റ് കോടതി, ക്രിമിനൽ കോടതിയിലെ ജഡ്ജിന്റെ പേരാണ് മജിസ്ട്രേറ്റ്, സിവിൽ കോടതിയിലെ ജഡ്ജിന്റെ പേരാണ് മുൻസിഫ്. ആ മജിസ്ട്രേറ്റിന് മുമ്പിൽ കൊണ്ടുപോയി. എന്താ കാര്യം എന്നറിയോ? ശംസുൽ ഉലമ ഒരു പ്രസംഗത്തിൽ ഖാദിയാനികളെ പറ്റി വിമർശിച്ചിട്ട് പറഞ്ഞു, ഖാദിയാനി മുസ്ലിം അല്ല. ഖാദിയാനികൾ മാനനഷ്ടത്തിന് കേസ് കൊടുത്തു, ക്രിമിനൽ കേസ് ഫയൽ ചെയ്തു. മുസ്ലിമായ ഞങ്ങളെ മുസ്ലിം അല്ല എന്ന് പറഞ്ഞ് മാനം കെട്ടി എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തു. കേസ് കോടതിയിൽ വന്നു. മജിസ്ട്രേറ്റ് അവിടെ നിൽക്കുന്നു, ഓപ്പോസിറ്റ് വക്കീൽ അവിടെ നിൽക്കുന്നു. ശംസുൽ ഉലമക്ക് വക്കീലില്ല. മൂപ്പര് പറഞ്ഞു, എനിക്ക് വക്കീലൊന്നും വേണ്ട. ഏറ്റവും വലിയ വക്കീൽ ആരാ? ഏറ്റവും വലിയ വക്കീൽ ആരാ? ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ, നിഅമൽ മൗല വ നിഅമൻ നസീർ. സുബ്ഹി നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ആ പായയിലിരുന്നിട്ട് 11 വട്ടം ഇത് ചൊല്ലിയ ആ ദിവസങ്ങൾക്ക് ഒരു വിഷമം ഉണ്ടാവില്ല. ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ, നിഅമൽ മൗല വ നിഅമൻ നസീർ. ഏറ്റവും വലിയ വക്കീല്, വക്കീല് പറഞ്ഞ കാര്യം ഏൽപ്പിച്ചു കൊടുക്കുന്ന ആള് എന്നല്ലേ അർത്ഥമുള്ളൂ. അതാരാള്? അള്ളയാണ്. അള്ളാനൊക്കെ വലിയ ഏൽപ്പിക്കാൻ പറ്റിയ ആളുണ്ടോ? ശംസുൽ ഉലമ പറഞ്ഞു, എന്റെ വക്കീൽ അള്ളയാണ്. ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ, നിഅമൽ മൗല വ നിഅമൻ നസീർ. ഞാൻ ഒറ്റക്കാ, എനിക്ക് വേറെ വക്കീൽ വേണ്ടോ? അപ്പൊ ഓപ്പോസിറ്റ് വക്കീൽ ചോദിച്ചു, ഇ.കെ. അബൂബക്കർ മുസ്ലിയാരെ, നിങ്ങൾ ദിവസങ്ങൾക്ക് മുമ്പ് ഇന്നാലിന്റെ സ്ഥലത്ത് വെച്ച് എന്റെ കക്ഷികള് മുസ്ലിമായ ഇവരെ മുസ്ലിമല്ല, ഇവർ അമുസ്ലിമാണെന്ന് പറഞ്ഞ് പ്രസംഗിച്ച് അവരെ മാനക്കേടിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ കക്ഷികൾക്ക് നിങ്ങൾ നഷ്ടപരിഹാരം കൊടുക്കണം, അതിന് നിങ്ങൾ ശിക്ഷ ഏറ്റുവാങ്ങാൻ തയ്യാറാകണം. അപ്പോ മജിസ്ട്രേറ്റ് ഇ.കെ. ഉസ്താദിനോട് ചോദിച്ചു, ശംസുൽ ഉലമയോട് ചോദിച്ചു, ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ചോദിച്ചു. അപ്പൊ ഇ.കെ. ഉസ്താദ് ചോദിച്ചു, എങ്ങനെ സാർ? വൈ? ഇംഗ്ലീഷിൽ ചോദിക്കുകയാണെങ്കിൽ വൈ, എങ്ങനെ സാർ? അപ്പൊ മജിസ്ട്രേറ്റ് പറഞ്ഞു കൊടുത്തു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞവരൊക്കെ മുസ്ലിമല്ലേ മുസ്ലിയാരെ? അവരെ നിങ്ങൾ മുസ്ലിമല്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ ഇ.കെ. ഉസ്താദ് ചോദിച്ചു, സാർ ഒന്നുകൂടി പറയാമോ? അപ്പൊ മജിസ്ട്രേറ്റ് വീണ്ടും പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞവരൊക്കെ മുസ്ലിമല്ലേ മുസ്ലിയാരെ? എന്നിട്ട് നിങ്ങൾ അവരെ മുസ്ലിമല്ല എന്ന് പറഞ്ഞോ? അപ്പൊ ശംസുൽ ഉലമ പറഞ്ഞു, പ്ലീസ് സർ, യെസ് യുവർ ഓണർ, പ്ലീസ് ഒരു ചെറിയ കാര്യം ചോദിക്കാണ്ട് സാർ. എന്താ സർ? അങ്ങപ്പ 2 വട്ടം പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. വാട്ട് ഈസ് എ ഗുഡ് നെയിം സർ? എന്റെ പേര് ജയരാജ് എന്നാണ്. സർ, ആർ യു മുസ്ലിം? അങ്ങ് മുസ്ലിമാണോ സാർ? മജിസ്ട്രേറ്റ് പറഞ്ഞു, നോ, ഞാൻ മുസ്ലിമല്ല. സാർ അതന്നെ ഞാനും പറഞ്ഞത്. നിങ്ങളിപ്പോ 2 വട്ടം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞവരൊക്കെ മുസ്ലിമല്ല. അങ്ങനെ ഞാനും പറഞ്ഞത്. അത് ഖൽബ് കൊണ്ട് ഉറപ്പിച്ച് നാക്കുകൊണ്ട് വെളിവാക്കി പറയണം. ഖൽബിൽ ഉറപ്പില്ലാതെ നാക്കുകൊണ്ട് വെളിവാക്കിന് മാത്രമായാൽ അവൻ മുസ്ലിമല്ല. ഇ.കെ. ഉസ്താദിന്റെ വാദം കേട്ടപ്പോ മജിസ്ട്രേറ്റ് പറഞ്ഞു, ഈ കേസ് ചെലവടക്കം തള്ളി ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞുപോയി. വലിയ ആലിമിൻ ഉഖറ അലമാതുൻ തുറാ ലാ യത്ലുബു ദുനിയാ ബിഇൽമിൻ സായിലാ. ആലിമിന്റെ പവർ ചില്ലറയല്ല. ശംസുൽ ഉലമക്കൊരു വക്കീലും ഒന്നല്ല. കാരണം അവിടുന്ന് ഖുതുബി, മീർ ഖുതുബി, മുഖ്തസറും ഉല്ലാസനും ഖാദി ഒക്കെ ഓതി പഠിച്ച ആളാണ്. സുബ്ഹാനല്ലാഹ്, മിനിമം ഒരു 12 കൊല്ലം കിതാബ് ഓതാതെ ഒരു മൊയ്ലിയാരാവൂല. ഇന്നത്തെ കുറെ കുട്ടികളോട് ഞാൻ പറയാണ്, ഒറ്റ
കൊല്ലം കൊണ്ട് സനദങ്ങ് വാങ്ങിച്ചിട്ട് ഓൺലൈൻ സനദ്, അരക്കൊല്ലം കൊണ്ട് സനദങ്ങ് വാങ്ങിച്ചിട്ട് ആലിമാകണോ? അത് താലീമെങ്കിലും ശരിക്കൊന്ന് ഓതണം. അഖീലൻ തനാലൽ ഇൽമ ഇല്ലാ ബിസിത്തത്തി സൗംബികാൻ മജ്മുഇഹാ ബിബയാനി. 6 കാര്യങ്ങൾ കിട്ടാതെ നീ ആലിമാവില്ല.